ഇന്ന് നമ്മുടെ അമ്പാടിക്കുട്ടൻ അംഗനവാടിയിൽ പോയി തുടങ്ങുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ തിങ്കളാഴ്ച തൊട്ട് വിടാമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് ഇന്നലെ ടീച്ചർ വിളിച്ചിട്ടുണ്ടായിരുന്നത്. ഇന്ന് പ്രവേശനോത്സവമാണ്, ഇന്ന് കുഞ്ഞിനെ ഒന്ന് കൊണ്ടുവരാനായിട്ട്. എന്നാൽ പിന്നെ എന്താണ് പ്രതികരണമെന്നും ഒന്ന് നോക്കാമല്ലോ എന്ന് ഞാനും വിചാരിച്ചു. ഞാൻ ഇടയ്ക്കൊന്ന് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അമൃതം പൊടി വാങ്ങാൻ പോയപ്പോൾ ഇവൻ്റെ ഒരു എക്സ്പ്രഷനൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇവന് അകത്തോട്ട് പോലും എന്നെ കയറാനും സമ്മതിച്ചില്ല, അവനും കയറിയിട്ടുണ്ടായിരുന്നില്ല. നമുക്ക് പോവാം പോവാം പോവാമെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ബഹളം. ഇന്നും അതുപോലെയൊക്കെ തന്നെയായിരുന്നു. എന്നാലും ഞങ്ങളും കൂടി, ഞാനും മോളും കൂടെ പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെ ഉള്ളത് കൊണ്ട് വലിയ ബഹളമൊന്നുമില്ല. ആൾ സൈലൻ്റായിട്ടൊക്കെ ചെന്നിരുന്നു. അവിടെ കൂട്ടുകാരൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് അടുത്തൊക്കെ ചെന്നൊക്കെ ഒന്ന് നോക്കി. എന്നാലും വലിയ അടുപ്പമൊന്നും ഇല്ലാതെ എന്നെ വിട്ട് അങ്ങോട്ട് മാറും. ഞാൻ ഒന്ന് മാറി നോക്കാമെന്നൊക്കെ വിചാരിച്ചതായിരുന്നേ. പക്ഷേ എന്നെ ഒന്ന് പിടിവിട്ടിട്ട് വേണമല്ലോ എനിക്കൊന്ന് മാറി നോക്കാനായിട്ട്. ഞാൻ പഠിച്ച പടി 18 നോക്കിയായിരുന്നു, പക്ഷേ ഒരു രക്ഷയില്ല. ഫോട്ടോ എടുക്കാൻ പോലും എനിക്ക് ചുറ്റും നിന്നല്ലാണ്ട് അങ്ങോട്ടേക്കട്ടെ. അതിനിപ്പോൾ ഒരാഴ്ച വരെ എന്തായാലും കരച്ചിലും ബഹളം ആയിരിക്കുമല്ലോ. അല്ലെങ്കിലും ഒരു 1.5-2 ആഴ്ചയോളമായിട്ട് എന്നെ വിട്ട് അങ്ങോട്ട് മാറുന്നേ ഇല്ലായിരുന്നു കേട്ടോ. ഞാനും അമ്മയും എപ്പോഴും പറയുമായിരുന്നു, അംഗനവാടിയിലൊക്കെ പോകാറായപ്പോൾ അമ്മച്ചിയെ വിട്ട് മാറുന്നേ ഇല്ലെന്ന് അമ്മ എപ്പോഴും പറയും. സത്യമാണ്. ഒരു 1.5-2 ആഴ്ചയോളമായിട്ട്, ഇല്ലെങ്കിൽ അമ്മയുടെ അടുത്ത് പോയി ഉറങ്ങാനും ഒക്കെ അമ്മ ചെയ്ത് കൊടുത്താൽ മതി. അമ്മയെ ഉറക്കാനൊക്കെ വിളിച്ചാൽ പോവും. പക്ഷേ ഇപ്പം അങ്ങനെയല്ല. 2 ആഴ്ചയായിട്ട് എന്ത് കാര്യവും അവന് ഞാൻ തന്നെ ചെയ്തു കൊടുക്കണം. വേറെ ആരെയോ തൊടാനോ എടുക്കാനോ ഒന്നും സമ്മതിച്ചില്ല. എവിടെയോ മണത്തറിഞ്ഞു എന്ന് തോന്നുന്നു, അമ്മയെ വിട്ടിട്ട് അംഗനവാടി പോവേണ്ട സമയമായി എന്നുള്ളത്. 2 ആഴ്ചയുള്ളതായിട്ട് ഇത് തന്നെയാണ് ആളുടെ സ്വഭാവവും. അപ്പോൾ എന്തായാലും ഇന്ന് ചെന്ന് വലിയ കുഴപ്പമൊന്നും ഇല്ലാണ്ട് പായസമൊക്കെ കൊടുത്തു. അതൊക്കെ കുടിക്കുന്നുണ്ടായിരുന്നെങ്കിലും ആളുടെ നോട്ടം എപ്പോഴും എൻ്റെ നേർക്കായിരുന്നു കേട്ടോ. ഞാൻ അവിടെ തന്നെ ഉണ്ടോ, പോയിട്ടുണ്ടോ എന്നുള്ളത്. അവനേക്കാളുപരി ഇത് ഏറ്റവും വലിയൊരു കൺസേൺ എൻ്റെതാണ് കേട്ടോ. എനിക്ക് സത്യം പറഞ്ഞാൽ കുറച്ച് നാളായിട്ട് ഉറക്കം പോലും ഇല്ല ഈ ഒരു കാര്യം ആലോചിച്ചിട്ട്. അത് അമ്മമാർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും എത്രത്തോളം ഇതാണെന്നുള്ളത്, അല്ലേ? ഇത്ര നാൾ നമ്മളെ പിറകെ നടന്നിട്ട് പെട്ടെന്ന് ഒരു ദിവസം അംഗനവാടിയിലൊക്കെ പോകുമ്പോൾ അമ്മമാർക്കത് റിലേറ്റ് ചെയ്യാൻ പറ്റും, ആ വിഷമം എത്രത്തോളം ആണെന്നുള്ളത്. അപ്പം ഞാനും സത്യം പറഞ്ഞാൽ എനിക്ക് ഉറക്കവേ ഇല്ല. എന്നും രാത്രി ഇതാലോചിച്ച് കുറച്ച് നേരമെങ്കിലും ഒന്ന് കരഞ്ഞിട്ടേ ഇരിക്കുക. അവൻ ആ കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന മുഖം തന്നെയാണ് എൻ്റെ മനസ്സിൽ കേട്ടോ. അംഗനവാടി കൊണ്ടുവിട്ടിട്ട് വരുമ്പോൾ കരയുന്നതും അത് മാത്രമേ ഉള്ളൂ എൻ്റെ മനസ്സിൽ ഇപ്പോഴത്തെ എപ്പോഴുള്ള ഒരു ചിന്തയെന്ന് പറയുന്നത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അമ്മൂമ്മയുടെ സഹോദരിയുടെ വീട്ടിലൊക്കെ കയറിയിട്ടാണ് വീട്ടിലെത്തിയത്.